നമസ്കാരം. ഇന്ന് വിഷു, മലയാളി മനസ്സിലെ സ്വർണ്ണചിഹ്നം. ഈ വിഷുദിനം നമുക്ക് നൽകുന്ന പ്രചോദനം എന്ന ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ഇന്ന് ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകൾക്കായുള്ള ഒരു മനോഹര സുദിനമാണല്ലോ ഇന്ന്, അല്ലേ? ഒരിക്കലും എനിക്കൊരു അനുഭവം ഉണ്ടായി. അന്ന് വിഷുദിനമായിരുന്നു. ഒരു വയലിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് വെറും ഒരു പച്ചപ്പല്ല, അതൊരു പുതുവത്സരത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. ആ ദിവസമാണ് ഇന്ന്. ഏറെ സന്തോഷമുള്ള ദിവസം. ഈ വിഷുദിനത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് 3 പേര് കടന്നു വരാൻ ആഗ്രഹിക്കുകയാണെന്നിരിക്കട്ടെ. അവരിൽ ഒരാളുടെ പേരാണ് സമൃദ്ധി, മറ്റൊരാളുടെ പേരാണ് മണി, പണം, വേറൊരാളുടെ പേരാണ് സ്നേഹം. ഇവരിൽ ആര് കടന്നു വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? 3 പേരെയും ഒരുമിച്ച് കിട്ടില്ല കേട്ടോ. ഒരാളുടെ പേരേ പറയാവുള്ളൂ. കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയാവും. ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് ആരാണെന്നറിയാമോ? സമൃദ്ധിയുടെ കിങ്ങിണി കെട്ടിയ മഞ്ഞ നിറച്ചാർത്തുമായി കാത്തു നിൽക്കുകയാണ്. ആരാ കാത്തു നിൽക്കുന്നത്? സ്നേഹം എന്ന കണിക്കൊന്ന. ഈ വിഷു നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ ഒന്ന് ചോദിക്കുകയാണേ. വിഷുക്കണി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? എന്താണ് ലഭിക്കുന്നത്? ഇത്രയും നാൾ നാം വിഷു ആഘോഷിച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞോ? അത് പരിശോധിച്ച് ആവശ്യമായ മാറ്റം വരുത്തേണ്ട സുദിനമാണിന്ന്. മനസ്സിൻ്റെ മാറ്റമാണല്ലോ ഈ വളർച്ച എന്ന് പറയുന്നത്, അല്ലേ? വിഷു അതിന് നിങ്ങളെ സഹായിച്ചോ? അണിഞ്ഞൊരുങ്ങി കൈനീട്ടവുമായി മാത്രം നടന്നാൽ മതിയോ? പോര കേട്ടോ. ജീവിത ശൈലിയിലൊരു മാറ്റം വേണം. ശ്രദ്ധിക്കുക, ഈ വിഷുദിനം നമ്മുടെ പുതുതലമുറയുടെ കിളിവാതിൽ തുറക്കുകയാണ്. കണിക്കൊന്നയുടെ മഞ്ഞ നിറം പോലെ ഓരോ സ്വപ്നങ്ങളും ഇന്ന് പൊട്ടി വിരിയട്ടെ. നമുക്കറിയാലോ, വിഷുക്കണിക്ക് മുന്നിൽ നമുക്കൊന്നും കാണാൻ കിട്ടുമോ? ഒളിച്ചിരിക്കുന്ന സ്നേഹം, വിശ്വാസം, ആഗ്രഹം, ഇതൊക്കെ നമ്മളിൽ മറിഞ്ഞിരിക്കുന്ന ശക്തിയുടെ പ്രതീകം മാത്രമാണ്. അത് പ്രകടമാക്കണം. ഒരു കളിപ്പാട്ടം കണ്ട് ഒരു കുഞ്ഞ് സന്തോഷിക്കുന്ന പോലെ നമ്മളും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കാനും ആ വിജയം ആഘോഷിക്കാനുമുള്ള സമയമാണ് ഇന്ന്. ഈ സന്തോഷത്തിന് ഒരു രഹസ്യമുണ്ട്. സന്തോഷത്തിൻ്റെ രഹസ്യം ഈ അവസരത്തിൽ നമുക്ക് പങ്കുവയ്ക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചെയ്യുന്നതിലാണോ സന്തോഷത്തിൻ്റെ രഹസ്യം? അല്ല. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അത് ഇഷ്ടപ്പെടുന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഈ തന്ത്രം ഉപയോഗിച്ച് നമുക്ക് വിഷുദിനം അടിപൊളിയായി ആഘോഷിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ? സന്തോഷവും സമാധാനവും കൈവരിക്കുക എന്നതാണ്. യാതൊരു സംശയവുമില്ല. അത് സാധിക്കാനായാൽ നമ്മുടെ ജീവിതം വിജയിച്ചുകൊണ്ടിരിക്കുന്നൊരു ജീവിതമാണ്. വീടില്ലാത്ത പട്ടിണി പാവങ്ങളെ കണ്ടിട്ടില്ലേ? അവർ നമ്മെക്കാളുമൊക്കെ സന്തോഷമുള്ളവരാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും അവർ സന്തോഷവും ഐക്യവും കണ്ടെത്തും. നമുക്കതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. പുറത്തേക്ക് വേണ്ട. ഞാൻ ഈ വർഷം എങ്ങനെയാണ് തുടങ്ങാൻ ഒരുങ്ങുന്നത്? പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ആഘോഷം നല്ലതാണ്. യു ആർ എ ക്യൂട്ട്. പക്ഷേ പുതിയ ചിന്തകൾ ധരിച്ചുള്ള ജീവിതം അതിലുപരി നല്ലതാണെന്ന് നമുക്കറിയാമല്ലോ. ഈ പുതുവത്സരത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ വിഷു നമ്മോട് ചോദിക്കുന്നു, നിങ്ങളിലെ മോശം മനോഭാവം ഒന്ന് കണ്ടെത്താമോ? ആ ആറ്റിറ്റ്യൂഡിനെ ഒന്ന് മാറ്റി പകരം കുറച്ച് നല്ല മനോഭാവങ്ങൾ തലസ്ഥാനത്ത് വച്ച് പിടിപ്പിക്കാമോ? എങ്കിൽ ഈ വിഷുദിനത്തിൽ അത് വളർന്ന് പുഷ്പിച്ചുകൊള്ളും. അടുത്ത വർഷം നമുക്ക് വിളവെടുക്കുകയും ചെയ്യാം. ഇന്ന് വിഷു നമ്മളോട് ആവശ്യപ്പെടുന്നത് അതാണ്. ലോകത്തിന് അത് വെളിച്ചമായി മാറട്ടെ. കണിക്കുന്ന പോലെ തെളിഞ്ഞ കാഴ്ചകളുമായി നമ്മുടെ മനസ്സിനും ജീവിതത്തിനും പുതിയ തുടക്കം നൽകാം. ഇന്ന് വിഷു അത് ഒരു കാഴ്ച മാത്രമല്ല, ഒരു വിളിയും കൂടിയാണ്. ഒരു സംവത്സരത്തിൻ്റെ
നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നാളുകൾക്ക് വേണ്ടി ഓരോ വർഷവും വിഷുവിനെ നമുക്ക് എതിരേൽക്കാം. ഈ വിഷുദിനം നമുക്ക് പ്രകൃതിയെയും കൃഷിയെയും മനുഷ്യരെയും സ്നേഹിക്കാനും സേവിക്കാനും പരസ്പരം ആശ്രയിക്കാനും നമ്മളിലെ മനോഭാവത്തെ മികവുറ്റതാക്കാനും ഈ പുതുവത്സരം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.